അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഊടായ്പ് ഹണി ട്രാപ്പുകാരിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് എന്നെ തന്നെയാണല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് അങ്ങ് കോരിത്തെരിക്കുവാണ്. കുളിരുവാണ്. ഭഗവാൻ കണ്ണൻ അതിനുവേണ്ടി എന്നെ തന്നെ തിരഞ്ഞെടുത്ത ആ നിയോഗത്തിന് ഞാൻ എന്താ പറയുക, ഓരോ ജന്മങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഉദ്ദേശങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്നെ പോലെ ഒരു നിയോഗം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിന് ഉറപ്പായി വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഇവളുടെ ഒരു കള്ളത്തരം കൂടി പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദാ നിങ്ങൾ കാണണം ഗൈസ്. കണ്ടല്ലോ, ഇത് ഈ പറയുന്ന ഇവർ വലിയ തുകയ്ക്ക് വിൽക്കുന്ന, അതായത് 15-20 എന്ന് പറയുന്ന ഫോട്ടോയുടെ വില 5000 ആണ് ഇവർ ഈടാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ 15-20 എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ എന്തായാലും ഒരു 2-3 ദിവസത്തെ എന്തായാലും എഫേർട്ട് ഉണ്ടാവും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽസിന് വരുന്ന കോസ്റ്റിൽ ഇവർ ഒരുപാട് കള്ളത്തരം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അക്രലിക് ഷീറ്റാണ്. ഈ അക്രലിക് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് പല വലിപ്പത്തിൽ നമുക്ക് മുറിച്ച് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ കനത്തിനനുസരിച്ചിട്ടാണ്. അതായത് 1mm, 2mm, 3mm, 4mm അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കനം വരുന്നത്. അപ്പം നമുക്ക് ഏതാണോ സൈസ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് മുറിച്ച് വാങ്ങിക്കുക എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ കടയിൽ പോയിട്ട് വരുവാണ്. അപ്പോൾ 15-20 എന്ന ഒരു വലിപ്പത്തിലുള്ള ഷീറ്റാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ 15-20 എന്ന് പറയുന്ന ആ ഒരു ഷീറ്റിൻ്റെ പ്രൈസിന് ഇവർ ടോട്ടലി ഫ്രെയിമിങ്, അക്രലിക്കിൻ്റെ ഷീറ്റ്, പെയിൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു മെറ്റീരിയൽസിന് തന്നെ ഇവർ വിലയിടുന്നത് 2500 രൂപയാണ്. 2500 + 2500, അതായത് ഇവരുടെ ആ ഒരു ചിത്രം വരച്ച് തീർക്കാനുള്ള എഫേർട്ട്. മൊത്തത്തിൽ 15-20 ഒരു ചിത്രത്തിന് 5000 രൂപയാണ് ഈടാക്കുന്നത്. ഈ 15-20 എന്ന് പറയുന്ന ഒരു അക്രലിക് ഷീറ്റിൻ്റെ വില എന്ന് പറയുന്നത് 400 രൂപ താഴെയാണ് എൻ്റെ സുഹൃത്തുക്കളെ. 2mm, 3mm ആണെങ്കിൽ കുറച്ചുകൂടിയും കൂടും, 4mm ആണെങ്കിൽ അതൊരു 650 രൂപ. അങ്ങനെയാണ് അതിൻ്റെ ഒരു 15-20 എന്ന് പറയുന്ന അളവിനുള്ള അക്രലിക് ഷീറ്റിൻ്റെ വില വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിനനുസരിച്ചിട്ടാണ്. പിന്നെ പല ഡിസൈനിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഫ്രെയിമിനും ആ ഒരു, ഇപ്പം ഞാനൊരു ഇവിടെ അടുത്തൊരു കടയിൽ ചോദിച്ചപ്പോൾ എനിക്ക് 600 രൂപയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഗൂഡായ്പ് ഹണി ട്രാപ്പുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രെയിമിങ് പുറത്ത് കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. അതായത് മൊത്തത്തിൽ അവർ ഹോൾസെയിലായിട്ട് സാധനം വാങ്ങിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫ്രെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഷീറ്റായാലും ഫ്രെയിം ആയാലും എന്ത് തന്നെയായാലും കാർഡ്ബോർഡ് ആയാലും ഒക്കെ അവർ അങ്ങനെ ഹോൾസെയിലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഹോൾസെയിലായിട്ട് എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പീസ് മാത്രമായിട്ട് നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പം ആ വരുന്ന ഒരു വിലയേക്കാൾ നമ്മൾ മൊത്തത്തിൽ കുറച്ചധികം സാധനങ്ങൾ ഒരു 10 പീസ് 20 പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ വില കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കോസ്റ്റേ വരുന്നുള്ളൂ. അപ്പോൾ എത്ര വലിയൊരു തട്ടിപ്പും പറ്റിപ്പുമാണ് ഈ ഒരു ഗൂഡായ്പ് ഹണി ട്രാപ്പുകാരി ഇത്രയും കൊല്ലങ്ങളായിട്ട് ഈ ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവർ അന്യായമായിട്ട് ഹിന്ദുക്കളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു അക്രലിക്കിൻ്റെ ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റത്തെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രെയിം നമ്മൾ വാങ്ങിച്ചിട്ടില്ല. തൽക്കാലം നമ്മൾ ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഫ്രെയിം ചെയ്യിപ്പിക്കും. പിന്നെ അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളും വരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ വാങ്ങിച്ചൊരു അക്രലിക് ഷീറ്റ് എന്ന് പറയുന്നത്. തൽക്കാലം ഞാനിപ്പോൾ അവിടെ മുറിച്ച് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പീസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ വീതിയേക്കാളും കുറച്ചുകൂടി ഇതിന് കുറവുണ്ട്. വീതി മാത്രമേ കുറവുള്ളൂ. നീളം ഏകദേശം ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വരച്ചിട്ട് കാണാം. അപ്പോൾ വരയ്ക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ആരെയും വീഡിയോ കൂടി ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് വേറെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും വരയ്ക്കുന്ന വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി ഇതിൽ വരച്ച് കഴിഞ്ഞിട്ട് കാണാം.